ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പ്ലം കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ കുറേ അധികം ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആൽക്കഹോളിലല്ല, ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നത്. അപ്പോഴേക്കും നമുക്ക് നോക്കാം. ബ്ലാക്ക് റൈസിൻസ്, ആൽമണ്ട്, ഡേറ്റ്സ്, ടൂറ്റി ഫ്രൂട്ടി, ചെറി, ഡ്രൈഡ് പ്ലം, ഡ്രൈഡ് ക്രാൻബെറി, ജിഞ്ചർ പീൽ, ഓറഞ്ച് പീൽ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ സോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ നമ്മളിങ്ങനെ ഒരു 4 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു. എന്നിട്ട് ഒരു 300 ഗ്രാം ജാം ഞാൻ ആഡ് ചെയ്തു. മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. എല്ലാ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ കിട്ടിക്കോട്ടെന്നും പറഞ്ഞാണ് മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ടത്. അങ്ങനെ മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമല്ല, മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കേണ്ടത്. ഒരു കാരണവശാലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു 4 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ജാമൊക്കെ മെൽറ്റായി വരും. അങ്ങനെ ഏകദേശം നമ്മുടെ ജാമൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ടൂട്ടി ഫ്രൂട്ടി ഇടുകയാണ്. ടൂട്ടി ഫ്രൂട്ടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതിന് ശേഷം ഞാൻ കാഷ്യൂസാണ് ഇട്ടത്. കാഷ്യൂസ് ചോപ്പ് ചെയ്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. കാഷ്യൂസ് ഇട്ട് ഞാൻ ഏതാണ്ട് 1 മിനിറ്റോളം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. കാഷ്യൂസ് ഡ്രൈ റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ സോക്ക് ചെയ്യുമ്പോൾ ചിലപ്പം പൂപ്പൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്നാലും അങ്ങനെ വരുത്തിയൊന്നുമില്ല. കാര്യം നമ്മുടെ ഓറഞ്ച് ജ്യൂസും കാരമലും നല്ല രീതിയിൽ പറ്റിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഒരിക്കലും പൂപ്പലൊന്നും വരുത്തിയൊന്നുമില്ല. എന്നിട്ട് നമ്മളിനി ആൽമണ്ട്സ് ഇടുകയാണ്. ആൽമണ്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൽമണ്ട്സൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറി ഇടാം. ചെറി ഞാനൊരു മീഡിയം സൈസിൽ ചോപ്പ് ചെയ്ത് വെച്ച്. ഏറ്റവും ചെറുതുമല്ല, ഏറ്റവും വലുതുമായിട്ടില്ല. അത്യാവശ്യം ചതയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ചോപ്പ് ചെയ്ത് വെച്ചത്. ചെറി ഇട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മുടെ ഡ്രൈഡ് ക്രാൻബെറീസും ഡ്രൈഡ് പ്ലമ്മും ആണ് ഇടുന്നത്. എന്തായാലും പ്ലം കേക്കല്ലേ, അപ്പം പ്ലം ഇല്ലാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു 125 ഗ്രാം പ്ലമ്മും 125 ഗ്രാം ക്രാൻബെറീസും ഇട്ടിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് റൈസിൻസ് ആണ്, 1/2 കിലോ ബ്ലാക്ക് റൈസിൻസ്. സീഡ്ലെസ് ആണ്. ഇത് ഞാൻ 3 ദിവസം മുന്നേ കഴുകി 3 ദിവസത്തെ വെയിലത്ത് ഉണക്കിയെടുത്തതാണ്. കഴുകി ഉണക്കിയെടുത്ത് ആണ് ഇതിലിട്ട്. ഇപ്പം തന്നെ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പം ഞാനിതിങ്ങനെ പിടിച്ച് നല്ല രീതിയിൽ ഇതിലെല്ലാത്തിലും ഈ സിറപ്പാവുന്ന രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓറഞ്ച് പീൽ, ഓറഞ്ച് സെസ്റ്റാണ്. ഓറഞ്ച് സെസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ജിഞ്ചർ പൗഡറാണ്. ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ശേഷമുള്ള പരുവാണ്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല പരുവിന്. നമുക്കിതൊരു ഭരണിയിലോട്ട് മാറ്റണം. ഗ്ലാസ് ജാറിലോട്ടായാലും മാറ്റാം. ഞാനിതൊരു ഭരണിയിലോട്ടാണ് മാറ്റിയത്. എയർ കയറാത്ത രീതിയിൽ വെക്കണം. പണ്ടിത് വൈൻ കെട്ടി വെക്കാനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്ന ഭരണിയാണ്. എന്തായാലും ഞാനിത് നല്ല രീതിയിൽ ആക്കി വെച്ചു. അതിനുശേഷം ഭരണി അടപ്പ് വെച്ച് അടച്ചു. അതിൻ്റെ പുറത്തൊരു ഫോയിൽ പേപ്പർ വെച്ച് മൂടി, അതിൻ്റെ പുറത്തൊരു തുണി വെച്ച് നല്ല രീതിയിൽ കെട്ടി വെച്ചു. ഇത് നമുക്ക് 1 വർഷം വരെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. എല്ലാവരും ഒപ്പം ചെയ്ത് നോക്കണേ.